ജീവിതത്തിൽ കടം കയറി ഒന്നും ചെയ്യാനില്ലാതെ കുത്തുവാള എടുത്തിരിക്കുന്നവരുണ്ടായിരിക്കില്ലേ? ലിറ്ററലി കുത്തുവാള എടുത്തിരിക്കുന്നവർ മാത്രം ഈ വീഡിയോ കാണാം കേട്ടോ. അതുപോലെ ഈ കുത്തുവാളൊക്കെ എടുത്ത് ജീവിതത്തിൽ സെറ്റായവർക്ക് ചിലപ്പോൾ ഈ വീഡിയോ റിലേറ്റ് ചെയ്യും. അല്ലാതെ ഫിനാൻഷ്യലി പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാത്തവർ ഈ വീഡിയോ കണ്ടോണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിൽക്കുന്ന ഈ സിറ്റുവേഷൻ, എൻ്റെ ഈ വീഡിയോ കാണുന്ന ചില ആളുകളെങ്കിലും നിൽക്കുന്ന സിറ്റുവേഷൻ ചിലപ്പം ജപ്തിയായിരിക്കും, ജോലി ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ എന്തിനും കഴിയാതെ ഹോസ്പിറ്റലിലായിരിക്കും, വീട്ടിൽ കുറേ ആളുകൾക്ക് രോഗവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഫിനാൻഷ്യലി പറ്റ ബ്ലോക്ക്ഡ്. എന്തിന് ചില ആളുകളെങ്കിലും വീട്ടിലോട്ട് അരി മേടിക്കാൻ പോലും ക്യാഷ് ഇല്ലാത്ത അവസ്ഥയിലായിരിക്കും. വലിയ വീടൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ വീട്ടിനുള്ളിൽ വലിയ ദാരിദ്ര്യമായിരിക്കും. അതുപോലെ എന്ത് കൊച്ചു മക്കളുള്ളവർ ഡയപ്പർ വാങ്ങാൻ പോലും പ്രയാസപ്പെടുന്ന വീടുകളും നമുക്കിടയിലുണ്ട്. അപ്പോൾ ഇതൊന്നും പുറത്തുനിന്ന് നോക്കിയാൽ കാണൂല. ഇതൊക്കെ നിങ്ങളെ ഉള്ളിൽ ഒരു കടൽ പോലെ ഇങ്ങനെ തിരയടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അങ്ങ് കണ്ടേക്കണം. കാരണം ഇവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു പിടിവള്ളിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ തരാൻ പോകുന്നത് കേട്ടോ. കാരണം ഇതത്ര ഈസി കാര്യമൊന്നുമല്ല. പക്ഷേ നിങ്ങളൊരു 21 days ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു റിസൾട്ട് കാണും അല്ലേ? നിങ്ങൾ ആ തുടങ്ങിയ ദിവസത്തിൽ നിന്നും 21 days കഴിഞ്ഞിട്ട് നിങ്ങൾക്കുള്ളൊരു റിസൾട്ട് കാണും. ദെൻ നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ശ്രമിക്കുക, കുറച്ചുകൂടെ ഒന്ന് സെറ്റാക്കിയിട്ട് കുറച്ചുകൂടെ പ്ലാനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത 21 days ഇതന്നെ ഫോളോ ചെയ്യുക, വിടരുത്. കാരണം നമ്മൾ ചില ആളുകൾ ഈ ഫിനാൻഷ്യലി കുടുങ്ങി നിൽക്കുന്ന സമയത്ത്, ലേഡീസൊക്കെ എസ്പെഷ്യലി യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങും, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സൊക്കെ തുടങ്ങും. ഇങ്ങനെ ആണുങ്ങളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും പാഷനായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഇന്ന് ഇതൊന്നും ശരിയാവില്ല. കാരണം വീട്ടുകാർ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യുന്നുണ്ടേ. അപ്പോൾ എന്ത് ചെയ്യും, ഇവർ നേരെ ജോലിയൊക്കെ ചെയ്യാൻ പോകും. വീട്ടുകാർ അവരുടെ അവസ്ഥ കൊണ്ട് പ്രഷർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതൊന്നും ഓർക്കാതെ നിങ്ങളെ ജോലിക്ക് പോലെ ദിവസക്കൂലിക്കൊക്കെ ജോലിക്കൊക്കെ പോകും. അങ്ങനെ മൊത്തത്തിൽ ജീവിതം കര കയറാൻ പറ്റാത്ത വലിയൊരു കുയിലോട്ടായിരിക്കും പോയോണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ എത്ര ചെയ്തിട്ടും, ഇനിയിപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് കയറുന്നവരുണ്ടായിരിക്കും കേട്ടോ, അതിലെന്നെ ഫോക്കസ് ചെയ്യുന്നവർ. അങ്ങനെ നിങ്ങൾ കയറിയിട്ടുണ്ടായിരിക്കും. പക്ഷേ ഞാൻ ഈ പറയുന്ന ടീമിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, അവർ പലതും ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ അവർക്കൊന്നും കൂടി സെറ്റാകുന്നുണ്ടാവില്ല. അതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ, അവരുടെ ഉള്ളിൽ നിന്ന് ഫിയർ, അവരുടെ ഉള്ളിൽ അവരെ കൊണ്ട് പറ്റൂല. അവരിപ്പോൾ നിൽക്കുന്ന യാഥാർത്ഥ്യബോധ്യം ഉണ്ടല്ലോ. കാരണം ബാങ്കിൽ നിന്ന് ലോണുകാർ വരും, KCBയിൽ നിന്ന് ഫീസ് വരാൻ വരും, അല്ലെങ്കിൽ ബാക്കി കടക്കാരെ തെറിവിളി, ഇങ്ങനെ യഥാർത്ഥ ജീവിതം, അതായത് ഈ റിയൽ ലൈഫ് അവരെങ്ങനെ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ആ ഓട്ടത്തിൽ നിന്ന് അവരിങ്ങനെ പിന്നോട്ട് വലിക്കില്ലേ. അവരെന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ പോകുമ്പോഴായിരിക്കും കടക്കാരുണ്ടാവില്ലേ. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുക, കടമുള്ളവന് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ ഫിനാൻഷ്യലി അവരിങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഈ ഒരു സമയത്ത് നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, റിയാലിറ്റിയെ കുറച്ച് നേരം, ഒരു ദിവസത്തിൽ കുറച്ച് നേരത്തെങ്കിലും ഈ റിയാലിറ്റിയൊക്കെ മറക്കാൻ പറ്റണം. നമുക്ക് നമ്മുടെ പാഷന് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റണം. നമ്മൾ ഇനി പറയുന്ന കാര്യം ശരിക്കും ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ ഉൾമനസ്സിൽ നിന്ന് ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ പണത്തെ ചേസ് ചെയ്യുമ്പോൾ പണം നിങ്ങളുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അതൊരു ഓട്ട മത്സരം. ഇന്നെ പിടിക്കാൻ പറ്റില്ല, ഇന്നെ അങ്ങനെ പിടിക്കാൻ കിട്ടില്ല പറഞ്ഞിട്ട് നിങ്ങൾ പൈസേൻ്റെ പിന്നാലെ പോകുമ്പോൾ പൈസ നിങ്ങളിൽ നിന്ന് ദൂരോട്ട് പോകും. പക്ഷേ നിങ്ങളെ പാഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുകയാണെങ്കിൽ പൈസ നിങ്ങളെ പിന്നാലെ വരും. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉദാഹരണം പറയാം. അതായത് ഒരാൾ ഇപ്പോൾ നോർമലി കേരളത്തിൽ കണ്ടുവരുന്ന സംഭവമാണ്, ഫിനാൻഷ്യലി തകരുമ്പോൾ ജോലിയൊന്നും ഇല്ലാത്തവർ, ലേഡീസ് എന്തെങ്കിലും ബിസിനസ്സും കാര്യങ്ങളും തുടങ്ങും. ഒരാഴ്ച കൊണ്ട് നമ്മൾ വിചാരിക്കും, അയ്യോ ഇതിപ്പോൾ ഞാൻ വിചാരിച്ചത്ര ലാഭമില്ലല്ലോ, ഞാൻ സ്വപ്നം കണ്ട ആ രീതിക്ക് ലാഭമില്ലല്ലോ എന്ന്. 10-20 കൊല്ലം കൊണ്ട് ഓരോരുത്തരുണ്ടാക്കി വെച്ച ഒരു ബിസിനസ് സംഭവങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? അതൊക്കെ ആയിരിക്കും നമ്മളെ മനസ്സിലുണ്ടായിരിക്കുക. ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് അവരുടെ ആ ഒരു രീതിക്കെത്തോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, തുടക്കക്കാരനാവാൻ തയ്യാറാവണം. നമ്മളൊരു പുതിയൊരു കാര്യം ചെയ്യുക അല്ലേ, പാളിച്ചകളുണ്ടാവും, വീഴ്ചകളുണ്ടാവും, അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഓരോ ദിവസവും ബെറ്ററാക്കി ആ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് പോവാം. അതിന് കിട്ടുന്ന ലാഭം മാത്രം ഇതാക്കി ക്വാളിറ്റി കുറക്കാനോ, ഇപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ക്വാളിറ്റി ഒക്കെ കുറച്ച് അതിൻ്റെ കച്ചവടം ഭാവിയിൽ കുറയും. അപ്പോൾ ഒരു ലാഭം കിട്ടുമെങ്കിലും അത് കുറയും. പക്ഷേ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ മാക്സിമം അതിനു വേണ്ടി ശ്രമിക്കുക. നമ്മൾ റിയാലിറ്റി നമ്മൾ അപ്പം ഹിറ്റ് ചെയ്യും. പ്രത്യേകിച്ച് ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നവർക്കൊക്കെ പറഞ്ഞാൽ
റിയാലിറ്റി ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്യും. കാരണം അവർ ക്യാമറേൻ്റെ മുന്നിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ റിയൽ ലൈഫിലെ സിറ്റുവേഷൻ എനിക്കൊക്കെ എത്രയോ തവണ വന്നിട്ടുണ്ട് കേട്ടോ. ക്യാമറേൻ്റെ മുന്നിൽ ഇത് കരയാനൊക്കെ തോന്നും. കാരണം ഇത് സെറ്റായിട്ട് വേണമല്ലോ, എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ എന്നുള്ള ആ ഒരു റിയാലിറ്റി തോട്ട് നമ്മളെ വല്ലാണ്ട് ഇതാക്കും. അപ്പം നമ്മൾ അതൊക്കെ മറക്കാൻ മാക്സിമം ഇതാക്കുക. അത് നമുക്ക് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞ ഈ കാര്യം എന്താ വെച്ചാൽ 21 ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, റിയൽ ലൈഫിലെ റിയാലിറ്റി കുറച്ചൊക്കെ ഇതാക്കാം. പക്ഷെ മാക്സിമം ഒരു പരിധി വരെ നിങ്ങൾ ആ ഒരു സംഭവമൊക്കെ മറന്നിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങളെ മെൻ്റൽ ഹെൽത്ത് കാമാക്കാൻ നോക്കുക. ആൻഡ് നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ ഫോക്കസ് കൊടുക്കുക. ഓരോ ദിവസവും വർക്ക് റിസൾട്ട് കൂട്ടി 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 21 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടെന്ന്. ആൻഡ് നിങ്ങൾ ഇതിൻ്റെ ഒപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ മാനിഫെസ്റ്റ് ചെയ്യുക. അതായത് ഒരു 3 മാസത്തേക്ക് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. അതുപോലെ സിൽവ മെത്തേഡൊക്കെ അഡാപ്റ്റ് ചെയ്യുക. ഈ സിൽവ മെത്തേഡ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. അതൊരു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ സിൽവ മെത്തേഡ്. എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ണടച്ചിട്ട് ഒരു തിയേറ്ററിലോ അല്ലെങ്കിൽ വലിയൊരു സ്ക്രീനിൻ്റെ മുന്നിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ വിചാരിക്കാം. അങ്ങനെ നിങ്ങളെ ജീവിതത്തിൽ ഇപ്പോഴുള്ള ഈ സിറ്റുവേഷൻ ഉണ്ടല്ലോ, വീട് ജപ്തി, അങ്ങനെ നിങ്ങളെല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ എന്ത് രീതിക്കുള്ള പ്രശ്നങ്ങളാണോ കടക്കാർ വരുന്നതും അല്ലെങ്കിൽ ജോലി ഇല്ലാത്ത വിഷമവും വീട്ടുകാരെ കുത്തുവാക്കും നാട്ടുകാരുടെ ചോദ്യവും കല്യാണം ശരിയാത്തവരാണെങ്കിൽ അത് ഇങ്ങനെ നിങ്ങളുടെ റിയാലിറ്റി ഉണ്ടല്ലോ, ആ റിയാലിറ്റി ഫുള്ളും നിങ്ങൾ ആ ഒരു സ്ക്രീനിൽ കണ്ണടച്ചിരുന്ന് കാണാം. ഇങ്ങനെ നിങ്ങൾ കണ്ണടച്ചിരുന്ന് കണ്ടതിന് ശേഷം ഈ ഒരു സ്ക്രീനിനെ ഒരു 50 ഡിഗ്രി ഒന്ന് ഇങ്ങോട്ട് തിരിച്ചേക്കാം. 50 ഡിഗ്രി അല്ല, 15 ഡിഗ്രി ജസ്റ്റ് ഒന്ന് മാറ്റിയേക്കാം. ഇടത്തെ ഭാഗത്തേക്ക് ഒന്ന് നീക്കിയേക്കാം. എന്നിട്ട് നിങ്ങൾ സ്ക്രീനിൽ എന്ത് കാണുക, നിങ്ങളുടെ ആക്ഷൻസ്. അതായത് നിങ്ങൾ ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും, ജോലിക്ക് പോകണം അല്ലേ, നിങ്ങൾ ആക്ഷൻസൊക്കെ ഒന്ന് ഇങ്ങനെ മനസ്സിൽ കൂടെ ഇങ്ങനെ കൊണ്ടുവരിക, ഈ സ്ക്രീനിൽ ഇങ്ങനെ കൊണ്ടുവരാം. അത് കഴിഞ്ഞിട്ട് അതിനെ ഒന്ന് ഇതേപോലെ ഒന്ന് മാറ്റിയേക്കുക. 15 ഡിഗ്രി മാറ്റി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത് കാണിക്കേണ്ടത് എന്താ, നിങ്ങൾ സ്വപ്നം കാണുക. അതായത് നമ്മൾ സാധാരണ മാനിഫെസ്റ്റ് ചെയ്യല്ലോ, അതായത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ആക്ച്വലി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് നിങ്ങൾ കാണുക. ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് കാണണം കേട്ടോ. നമ്മൾ ഈ മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ എത്രമാത്രം അതിൻ്റെ ഒരു പരമാനന്ദം നമുക്ക് ആസ്വദിക്കാൻ പറ്റും, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളത് എൻജോയ് ചെയ്യുക. അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ എന്താവും, എന്നിട്ട് നമ്മൾ റിയൽ ലൈഫിലോട്ട് വരിക. അങ്ങനെ അപ്പോൾ നമ്മൾ ഈ ഇത് ചെയ്യേണ്ടത് നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ, അതേപോലെ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന ആ ഒരു സമയം ഉണ്ടല്ലോ, ഒരു മന്ദതയുള്ള സമയം, ആ ഒരു സമയത്ത് ഈ സംഭവം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. ഈ 21 ദിവസം നിങ്ങളിത് ചെയ്യണം. ആൻഡ് നിങ്ങൾ എന്ത് ചെയ്യണം, 21 ദിവസം നിങ്ങൾക്ക് വേണ്ടി ഈ 21 ദിവസം ഞാൻ വർക്ക് ചെയ്യും എന്ന് ഉറപ്പിച്ച് നിങ്ങൾ വർക്ക് ചെയ്യണം. റിസൾട്ടുകൾ എഴുതി വെക്കണം. എപ്പോഴും നിങ്ങളുടേതായിട്ടൊരു ഡയറി, അല്ലെങ്കിൽ ഇന്ന ദിവസം ഇന്ന കാര്യമൊക്കെ ചെയ്തു, ഇന്നൊരു മാറ്റം എൻ്റെ വന്നു, അങ്ങനെ നിങ്ങളെ തന്നെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച് എല്ലാത്തിനും താങ്ക്ഫുൾ ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് കാട്ടിയിട്ട് ഒരു ജേണൽ അല്ലെങ്കിൽ ഒരു ഡയറി ഈ ഒരു സംഭവം സെറ്റ് ചെയ്യുക. എന്നിട്ട് 21 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഫസ്റ്റ് ഡേയിൽ നിങ്ങൾ ആ ഒരു അൽക്കുലത്തായിരിക്കില്ല ആ ഒരു പേജ്. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ചണ്ടി ഇതിൻ്റെ ഉള്ളിലുണ്ട്, നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ വിഷമങ്ങളും നിങ്ങളുടെ സ്ട്രഗിളും ഒക്കെ ഉണ്ട്. 21 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഈ 21 ദിവസം ആത്മാർത്ഥമായിട്ടല്ലേ പണിയെടുത്ത് അതിൻ്റെ റിസൾട്ട് എന്തായാലും 21ാമത്തെ ദിവസത്തിൽ അവിടെ ഉണ്ടാവും. ഓരോ ദിവസം ചെറുതായിട്ടുണ്ടായിരിക്കും, പക്ഷേ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ വലിയ റിസൾട്ടായിട്ട് തോന്നും. അപ്പോൾ നമുക്ക് മുന്നോട്ട് അടുത്ത 21 ദിവസത്തേക്ക് നമുക്ക് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടും. അങ്ങനെ നമ്മളെ ഡ്രീംസിനെ ചേസ് ചെയ്യുമ്പോൾ ബാക്കിൽ നമ്മളെ ഡ്രീംസൊക്കെ ഉണ്ടാവണം. മെയിനായിട്ട് ഈ പറഞ്ഞ മതി, ഈ വീഡിയോ കാണുന്നവരൊക്കെ വലിയ പ്രശ്നം പൈസ തന്നെ ആയിരിക്കും. ആ പൈസ അല്ലെങ്കിൽ മണി അത് നിങ്ങളെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ചേസ് യുവർ ഡ്രീം. വെറുതെ നമ്മൾ പണം പണത്തിന് പിന്നാലെ പോകണ്ട, ഇതിൻ്റെ പിന്നാലെ പോവുക. വന്നോളും, വെയിറ്റ് ചെയ്യുക, വരും, ഉറപ്പായിട്ടും വരും. പിന്നെ പ്രാർത്ഥിക്കുക. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കാര്യം കേട്ടോ. കാരണം എല്ലാതും നമ്മൾ ചെയ്യണം. ഞാൻ ചെയ്താലേ ഞാൻ രക്ഷപ്പെടുന്നല്ല, ഇതൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച സംഭവം അല്ലേ, ഓൾറെഡി എഴുതിയ ചരിത്രത്തിൻ്റെ ഭാഗമാണ് നമ്മളൊക്കെ എന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് നമ്മളൊരാൾ ഞാൻ മാക്സിമം ശ്രമിക്കും. ആൻഡ് ഒരാളുടെ സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ, ഒരു കൈത്താങ്, ഒരു വിശ്വാസം ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒക്കെ മുന്നോട്ട് പോകാൻ കഴിയും അല്ലേ.
അങ്ങനെ പ്രാർത്ഥനയൊക്കെ ആയിട്ട് 21 ദിവസത്തിൻ്റെ റിസൾട്ട്, ആ 21 ദിവസത്തെ ഞാൻ ജീവിതകാലം മൊത്തം ഹാർഡ് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്കതിൽ ബാക്കോട്ട് വരും. ഈ 21 ദിവസമാകുമ്പോൾ നമുക്കൊരു ശീലം ബിൽഡപ്പ് ചെയ്തെടുക്കാനൊക്കെ സയൻസ് പറയലുണ്ട്. 21 ദിവസത്തിൻ്റെ കണക്ക്, അതായത് നേരത്തെ 4 മണിക്ക് 4:30ക്ക് എണീക്കുന്നതൊക്കെ ശീലമാക്കുന്നതൊക്കെ ഒരു 21 ദിവസം ഇന്ന കാര്യം ചെയ്യും. ഇപ്പോൾ റേക്കൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ പറയുന്നേക്കാം, അത് ക്ലാസ് കഴിഞ്ഞ് ഒരു 21 ദിവസം കഴിഞ്ഞിട്ട് ആ ഒരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരൂ. അങ്ങനെ നിങ്ങളിലൊരു മാറ്റം വരുത്താൻ പറ്റും. അപ്പോൾ ഈ 21 ദിവസം എന്ന് പറഞ്ഞാൽ ഇതാണ്, നിങ്ങൾ നിങ്ങളുടെ ശീലങ്ങളൊക്കെ മാറ്റി നിങ്ങളുടെ എല്ലാ വീക്ക്നെസ്സിനെയും മറന്ന് നിങ്ങളുടെ എല്ലാ പോരായ്മകളിലെയും പരിഹരിക്കാൻ മാക്സിമം ശ്രമിച്ച്, നമുക്ക് എന്ത് പോരായ്മ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അറിയിക്കും നമുക്ക് ഇന്നൊരു പോരായ്മയുണ്ട്, നമ്മൾ റീൽസ് കണ്ട് കുറേ സമയം കളയുന്നുണ്ട്, നമുക്കൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ മറക്കാൻ വേണ്ടി നമ്മൾ കണ്ടെത്തുന്ന ഒരു പരിഹാര മാർഗ്ഗം ഈ റീൽസും സ്ക്രോളിങ്ങും ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെ മാറ്റി വെച്ച് ഈ 21 ദിവസം ഞാൻ വർക്ക് ചെയ്യും. ആദ്യത്തെ ദിവസം ഉണ്ടല്ലോ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യാണ്ടാവില്ല. 4:30ക്കൊക്കെ നീറ്റ്, നിങ്ങൾ 4:30ക്ക് നീറ്റ് ഈ പറഞ്ഞ ജേണലിൽ ഞാൻ 4:30ക്ക് നീറ്റു, ഇന്നെൻ്റെ ഫസ്റ്റ് ഡേ ആണ്, ഞാൻ എൻ്റെ 21 ഡേയ്സ് ചലഞ്ച് ചെയ്യുന്നു, ഈ ഒരു സംഭവമൊക്കെ നിങ്ങൾ എഴുതി വെച്ച് ഗ്രാറ്റിറ്റ്യൂഡൊക്കെ എഴുതി അൽഹംദുലില്ലാ അല്ലെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ്, നിങ്ങളുടേതായ രീതിക്ക് ദൈവത്തെ സ്തുതി, എന്തെങ്കിലും നിങ്ങളെ ഭാഷയിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ കാണിച്ച് നിങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യ ദിവസം ചിലപ്പോൾ നിങ്ങൾക്കൊന്നും ചെയ്യാണ്ടാവില്ല. ഞാൻ ഈ പറയുന്ന കേസ് അധികം വീട്ടമ്മമാരെ ഫോക്കസ് ചെയ്താട്ടോ പറയുന്നത്. ഒന്നും ചെയ്യാണ്ടാവില്ല. എന്ത് ചെയ്യാൻ പറ്റും ആൻഡ് എന്താണ് നിങ്ങളെ കഴിവെന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പല 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 ഉത്തരങ്ങൾ തരും. നമ്മളെ ഇന്നർ വോയിസിനെ കേട്ട് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ചെറിയ മൈൻഡ് ചേഞ്ചുകൾ ഇങ്ങനെ വരും അല്ലേ. നമുക്ക് ചിലപ്പോൾ തോന്നില്ലേ, മനസ്സിൽ പെട്ടെന്ന് തോന്നി, എനിക്കങ്ങനെ തോന്നി എന്നൊക്കെ പറയില്ലേ ചില ആളുകൾ, അങ്ങനെ വെറുതെ ഒന്നും തോന്നില്ല. നമ്മൾ ഈ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ കോൺഷ്യസ് ആയുള്ള മൈൻഡിൽ തോന്നുന്ന സംഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഈ ഉൾവിളിയൊക്കെ വരിക അല്ലേ. ഇന്ന കാര്യം ചെയ്താൽ ഞാൻ സെറ്റായി ഞാനത് ചെയ്തു സെറ്റായി അങ്ങനെ പറയും ചില ആളുകൾ അല്ലേ. അതിൻ്റെ മെയിൻ കാരണം നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളോട് സംസാരിക്കുക, മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ പറ്റുന്നവർ മെഡിറ്റേഷൻ ചെയ്യുക. കാരണം നമ്മൾ വല്ലാത്തൊരവസ്ഥയിലല്ലേ നമ്മളിപ്പോൾ നിൽക്കുന്നത്, വല്ലാത്ത സ്ട്രഗ്ലിംഗ് പീരീഡ്. നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടണം. അതിന് നമ്മളെ മെൻ്റലി നമ്മൾ സ്ട്രോങ് ആയിരിക്കണം, ഫിസിക്കലി സ്ട്രോങ് ആവണം, എക്സസൈസും കാര്യങ്ങളും ഡയറ്റും ഫുഡും ഒക്കെ ശ്രദ്ധിക്കുക. എന്നിട്ട് 21 ദിവസം മാക്സിമം കൊടുക്കുക. നിങ്ങളെ മാക്സിമം മെൻ്റൽ ഹെൽത്ത് നോക്കണം, ഫിസിക്കൽ ഹെൽത്ത് നോക്കണം, ഒന്ന് വെയിറ്റൊക്കെ നോക്കി വെച്ചോ. എന്നിട്ട് നിങ്ങൾ ആ ഈ ജേണലിൽ നിങ്ങൾ വെയിറ്റ് എത്ര, അതേപോലെ ഒരു ദിവസം നിങ്ങൾ നോർമലി നിങ്ങൾ വെള്ളം കുടിക്കുന്നവരൊക്കെ ആണെങ്കിൽ വെള്ളം എത്ര കുടിക്കാറുണ്ട്, നിങ്ങൾ വെള്ളം കുടിക്കുമ്പോണ്ടല്ലോ, വെള്ളം കുടി ഒക്കെ നമ്മളെ ഈ പോസിറ്റീവ് എനർജിനൊക്കെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് വെള്ളം കുടി, ഇങ്ങനെ നമ്മളെല്ലാ കാര്യങ്ങളും എല്ലാം നോക്കുക, ഹെയർ നോക്കുക, സ്കിൻ കെയർ നോക്കുക. ഇങ്ങനെ 21 ഡേയ്സ് എന്തിന് നമ്മളെ ദേഷ്യം ഉണ്ടല്ലോ, ദേഷ്യം വരെ നോക്കണം. അതായത് ഞാൻ ഇന്ന് എത്ര വട്ടം ദേഷ്യപ്പെട്ടു ഇത് നോട്ട് ചെയ്യുക. എന്നിട്ട് നമ്മളിങ്ങനെ എല്ലാം കൊണ്ട് 21 ദിവസം മാക്സിമം ബെറ്റർ ആക്കുക. ചിലപ്പോൾ നമ്മളെ പിടിവിടും അല്ലേ, ചില ദിവസം നമ്മളെ പിടിവിടും, നമ്മൾ മനുഷ്യന്മാരാണ്, പിടിവിടും. പക്ഷെ എന്ത് ചെയ്യാം, ഈ ഒരു പിടിവിട്ട് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു നമ്മളെ 21 ഡേയ്സിൻ്റെ ചലഞ്ചിങ്ങിന് ഓർമ്മ വരില്ലേ. അപ്പോൾ നമ്മളൊന്ന് റിലാക്സ് ആവുക, ഒന്ന് ബ്രീത്തോട്ടൊക്കെ എടുത്തിട്ട് വീണ്ടും നമ്മൾ ഈ ചലഞ്ചിലോട്ട് കയറുക. നമ്മളോട് തന്നെ ഫൈറ്റ് ചെയ്യുക, നമ്മളെ ഉള്ളിലുള്ള മടിനോട്, ഫിയർനെസ്സിനോട്, നമ്മളെ പോരായ്മകളോട് ഫൈറ്റ് ചെയ്യുക. 21 ഡേയ്സ് ഫൈറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് നോക്കുക. ദെൻ വീണ്ടും ഇറങ്ങുക, ഫൈറ്റ് ചെയ്യുക, കുറച്ചുകൂടെ സ്ട്രോങ്ങിൽ ഫൈറ്റ് ചെയ്യുക. ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് നമ്മളോട് തന്നെ ഫൈറ്റ് ചെയ്ത് നമ്മളിലൊരു പുതിയ ഒരാൾ ജനിക്കാൻ പോകുന്നുണ്ട്. ആ ഒരു മാറ്റം ആസ്വദിക്കാൻ എല്ലാവർക്കും പറ്റട്ടെ, എല്ലാവരും ജീവിതത്തിൽ വിജയിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.